الحمد لله نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له أشهد أن لا إله إلا الله وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد أما بعد فإن خير الحديث كتاب الله وخير الهدي هدي محمد مصطفى صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم يا أيها الناس اتقوا ربكم الذي خلقكم من نفس واحدة وخلق منها زوجها وبث منهما رجالا كثيرا ونساء واتقوا الله الذي تساءلون به والأرحام إن الله كان عليكم رقيبا بسم الله الرحمن الرحيم يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون يا أيها الناس ഉസീക്കും വയ്യായ അവ്വലം ബിതഖ്വല്ലാഹ്. ബഹുമാന്യരായ സത്യവിശ്വാസികളെ, വിശ്വാസിനികൾ, സർവലോക രക്ഷിതാവായ അള്ളാഹുവിന്റെ നിയമനിർദ്ദേശങ്ങൾ ജീവിതത്തിന്റെ എല്ലാ മേഖലകളിലും പാലിക്കണമെന്ന് ആമുഖമായി ഓർമ്മപ്പെടുത്തുകയാണ്, വസിയ്യത്ത് ചെയ്യുകയാണ്. ഇന്ന് ഒരു വ്യത്യസ്തമായ വിഷയമാണ് നമ്മൾ ചർച്ച ചെയ്യുന്നത്. മൊബൈൽ ഫോണുകളെ പറ്റിയാണ്. നമ്മളൊക്കെ ഏറ്റവും കൂടുതൽ സമയം ചെലവഴിക്കുന്ന, നമ്മുടെ ജീവിതത്തിൽ നിന്ന് ഒഴിച്ചുകൂടാനാവാത്ത ഒന്നാണ് നമ്മൾ ഉപയോഗിക്കുന്ന മൊബൈൽ ഫോണുകൾ. ഇന്ന് പല ആളുകളും മൊബൈൽ ഫോണിന് അടിമപ്പെട്ടവരാണ്. ഒരു വീട്ടിൽ തന്നെ 5-6 ഫോണുകൾ ഉണ്ടാകും. ചില കുട്ടികളിൽ നിന്ന് നമ്മൾ ഫോൺ വാങ്ങിയാൽ വളരെ പെട്ടെന്ന് തന്നെ നമ്മുടെ കുട്ടികൾ അക്രമാസക്തരാകുന്ന കാഴ്ചകൾ നിത്യേന നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ്. അതേപോലെ തന്നെ മൊബൈൽ ഫോണിലെ ഗെയിമുകൾക്ക് അടിമപ്പെട്ട് വളരെ പ്രശ്നക്കാരായി ജീവിക്കുന്ന ഒരുപാട് കുട്ടികളെ പല വീടുകളിൽ നമുക്ക് കാണുവാൻ സാധിക്കും. അതേപോലെ തന്നെ ഒരുപാട് ആളുകളുടെ കുടുംബ ജീവിതത്തെ മൊബൈൽ ഫോണുകൾ തകർത്തിട്ടുണ്ട്. മൊബൈൽ ഫോണുകൾ ഉപയോഗിച്ച് വിവിധ തരത്തിലുള്ള ഓൺലൈൻ തട്ടിപ്പുകൾ നടത്തുന്ന ഒരുപാട് ആളുകൾ, അത്തരം വാർത്തകൾ ഇന്ന് നിത്യ സംഭവങ്ങളായി നമ്മൾ വായിച്ചുകൊണ്ടിരിക്കുകയാണ്. ഈ ഒരു ചെറിയ ഉപകരണം അതിനെ നമ്മൾ കൃത്യമായി ഉപയോഗിച്ചിട്ടില്ലെങ്കിൽ പല രൂപത്തിലുള്ള അപകടങ്ങൾ അതുകൊണ്ട് നമ്മുടെ ജീവിതത്തിൽ ഉണ്ടായേക്കാം. അതുകൊണ്ട് തന്നെ എങ്ങനെയാണ്
നമ്മുടെ മൊബൈൽ ഫോണിനെ നമ്മൾ ഉപയോഗിക്കേണ്ടത്? നമ്മൾ അത് ഉപയോഗിക്കുന്നതിലാണ് അതിന്റെ കാര്യം. നല്ല കാര്യങ്ങൾക്ക് വേണ്ടി ഉപയോഗിച്ചാൽ ഒരുപാട് നേട്ടങ്ങൾ അതിലൂടെ കൈവരിക്കാൻ നമുക്ക് സാധിക്കും. തെറ്റായ കാര്യങ്ങൾ ഉപയോഗിച്ചാൽ അതുകൊണ്ട് വിനാശകരമായ ഒരുപാട് അപകടങ്ങൾ നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കും എന്ന യാഥാർത്ഥ്യമാണ് നമ്മൾ തിരിച്ചറിയേണ്ടത്. ആദ്യമായിക്കൊണ്ട് നമ്മൾ മനസ്സിലാക്കേണ്ടത് നമ്മുടെ മൊബൈൽ ഫോണിനെ നല്ല കാര്യങ്ങൾക്ക് വേണ്ടി നമ്മൾ ഉപയോഗിക്കണം. പരിശുദ്ധ ഖുർആനിലെ ഒരു ആയത്ത് അങ്ങനെയാണ്, തആവനു അലൽ ബിർരി വത്തഖ്വ എന്ന്. നന്മയിലും തഖ്വയിലും നിങ്ങൾ പരസ്പരം സഹായിക്കുക. അങ്ങനെ പറഞ്ഞാൽ നമ്മുടെ കൈവശമുള്ള നന്മകളെ മറ്റൊരാൾക്ക് പകർന്നു കൊടുക്കുവാൻ നമുക്ക് സാധിക്കും. അറിവുകൾ, നല്ല സന്ദേശങ്ങളെ പ്രചരിപ്പിക്കാൻ, അതേപോലെ തന്നെ ദീനി അറിവുകളെ പങ്കുവെക്കാൻ നമ്മുടെ ഫോൺ കൊണ്ട് സാധിക്കുമെന്നുള്ളതാണ്. അതേപോലെ തന്നെ നമ്മുടെ ഫോൺ ഉപയോഗിച്ചുകൊണ്ട് മതപരമായ ഒരുപാട് കാര്യങ്ങൾ, പഠനങ്ങൾ നടത്താൻ, അറിവുകൾ സ്വായത്തമാക്കാൻ, അതേപോലെ തന്നെ പ്രാർത്ഥനകൾ പഠിക്കാൻ, ഇസ്ലാമിക ഫത്വകൾ മനസ്സിലാക്കാൻ ഒക്കെ നമ്മുടെ മൊബൈൽ ഫോണിന് സാധിക്കുമെന്നാണ്. അതുകൊണ്ട് നല്ല കാര്യങ്ങൾക്ക് നമ്മുടെ ഫോണിനെ ഉപയോഗപ്പെടുത്താൻ നമുക്ക് സാധിക്കും. അതോടൊപ്പം നമ്മൾ ശ്രദ്ധിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്, നമ്മുടെ മൊബൈൽ ഫോണുകളെ ആളുകളെ പരിഹസിക്കാനും അപമാനിക്കാനും നമ്മൾ ഉപയോഗിക്കാൻ പാടില്ല. വിശുദ്ധ ഖുർആനിൽ അല്ലാഹു തആല വിശ്വാസികളെ എന്ന് വിളിച്ചുകൊണ്ട് നമ്മെ പഠിപ്പിക്കുന്ന കാര്യമാണ്, യാ അയ്യുഹല്ലദീന ആമനു ലാ യസ്ഖർ ഖൗമുൻ മിൻ ഖൗമിൻ. സത്യവിശ്വാസികളായ ആളുകളെ, നിങ്ങളിലെ ഒരു വിഭാഗം ആളുകൾ മറ്റൊരാളെ അല്ലെങ്കിൽ മറ്റൊരു വിഭാഗം കളിയാക്കാനോ പരിഹസിക്കാനോ പാടില്ല എന്ന്. ഇന്ന് നമ്മൾ മീഡിയകൾ ഉപയോഗിക്കുന്ന ആളുകളാണ്. പല രൂപത്തിലുള്ള വീഡിയോകൾ ആളുകളെ അപമാനിക്കുന്ന, അതേപോലെ തന്നെ ഒരു വിഭാഗത്തെ പരിഹസിക്കുന്ന, നിന്ദിക്കുന്ന ഒട്ടനവധി വീഡിയോകൾ നമ്മൾ കാണാറുണ്ട്. അല്ലെങ്കിൽ ഒരു സന്ദേശത്തിന്റെ താഴെ, ഒരു വീഡിയോക്ക് താഴെ ഒരു വ്യക്തിയെയോ സമൂഹത്തെയോ കുടുംബങ്ങളെയോ ഒക്കെ അപമാനിക്കുന്ന രൂപത്തിൽ കമന്റുകൾ, അശ്ലീലതകൾ എഴുതിവിടുന്നവരെ നമുക്ക് കാണാൻ സാധിക്കും. അത്തരം കാര്യങ്ങൾ ഒരു വിശ്വാസിയുടെ ഭാഗത്തു നിന്ന് ഉണ്ടാകാൻ പാടില്ല. അത് വിശുദ്ധ ഖുർആൻ വിലക്കിയതാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പറയുകയുണ്ടായി, അൽ മുസ്ലിമു മൻ സലിമൽ മുസ്ലിമൂന മിൻ ലിസാനിഹി വയദിഹി എന്നാണ്. ഒരു മുസ്ലിം എന്ന് പറഞ്ഞാൽ അവൻ അവന്റെ കൈകളെ, അതേപോലെ തന്നെ അവന്റെ നാവിനെ, മറ്റൊരു മുസ്ലിമിനെ അവനെ സംരക്ഷിക്കുക തന്നെ ചെയ്യുമെന്ന്. അങ്ങനെ പറഞ്ഞാൽ നമ്മുടെ നാവ് കൊണ്ടോ കൈ കൊണ്ടോ മറ്റൊരാൾക്ക് ഒരു ഉപദ്രവം ഒരു മുസ്ലിം വരുത്തി വെക്കുകയില്ല എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മെ വളരെ കൃത്യമായി കൊണ്ട് പഠിപ്പിക്കുകയുണ്ടായി. ഇന്ന് നാവ് എന്ന് പറഞ്ഞാൽ നമ്മുടെ കീപാഡുകളാണ്, അതേപോലെ തന്നെ നമ്മുടെ വോയിസ് മെസ്സേജുകളാണ്. അതിലൂടെ മറ്റൊരാളെ അവരുടെ വ്യക്തിത്വത്തെ നിന്ദിക്കുന്ന രൂപത്തിൽ, അവരെ അപമാനിക്കുന്ന രൂപത്തിൽ, കളിയാക്കുന്ന രൂപത്തിൽ ഒരു സന്ദേശമോ അല്ലെങ്കിൽ ഒരു മെസ്സേജോ നമ്മുടെ ഭാഗത്ത് നിന്ന് ഉണ്ടാകാൻ പാടില്ല എന്ന് വിശുദ്ധ ഇസ്ലാം വളരെ കൃത്യമായി കൊണ്ട് നമ്മെ പഠിപ്പിക്കുകയുണ്ടായി. അപ്രകാരം നമ്മൾ മനസ്സിലാക്കേണ്ട വേറൊരു കാര്യമാണ്, ഇന്ന് റീൽസുകൾ, ഒരുപാട് റീൽസുകൾ, നമ്മളൊക്കെ തന്നെ ഒരു ദിവസം 100 കണക്കിന് വീഡിയോകൾ കാണും. ആ റീൽസുകൾ കണ്ട്, വീഡിയോകൾ കണ്ട് എന്റെ ജീവിതം അങ്ങനെ ആകണം എന്ന് നമ്മൾ ആഗ്രഹിക്കാൻ പാടില്ല. പല രൂപത്തിലുള്ള റീൽസുകൾ, അതിലൊക്കെ ഉള്ളത് അവരുടെ സന്തോഷകരമായ ജീവിതം മാത്രമാണ്. അവർ ആഡംബരമായി ജീവിക്കുന്നത് മാത്രമാണ് ചിത്രീകരിച്ച് നമ്മുടെ മുമ്പിലേക്ക് എത്തിക്കുന്നത്. പല ആളുകളും സങ്കടപ്പെടുകയാണ്. ചില ഭാര്യമാരുടെ,
ചില ഭർത്താക്കന്മാരുടെ അവരുടെ വീഡിയോകൾ കാണുമ്പോൾ എനിക്കിതിങ്ങനെ ഇല്ലല്ലോ എന്ന് പറഞ്ഞുകൊണ്ട് നിരാശപ്പെടുന്ന, സങ്കടപ്പെടുന്ന ഒരുപാട് ഭാര്യയെയും ഭർത്താക്കന്മാരെയും ആ രൂപത്തിലുള്ള യുവതികളെയും യുവാക്കളെയും നമുക്ക് കാണുവാൻ സാധിക്കും. നമ്മൾ ഒരിക്കലും വേറൊരാളത് കണ്ട് അസൂയപ്പെടാൻ പാടില്ല. നമ്മുടെ ജീവിതത്തെ സന്തോഷകരമാക്കേണ്ടത് അത് നമ്മളാണ്. അതിലൂടെ ആനന്ദം കണ്ടെത്തേണ്ടത് നമ്മളാണ്. വേറൊരാളത് കണ്ട് നിരാശപ്പെടാനും നമ്മുടെ ഈമാനിനെ ദുർബലപ്പെടുത്താനും നമ്മൾ ഒരിക്കലും പരിശ്രമിക്കാൻ പാടില്ല. പല രൂപത്തിലുള്ള വീഡിയോകൾ കാണുമ്പോൾ അത് ഷെയർ ചെയ്ത് എനിക്കും ഇതേപോലെ ആകണം എന്ന് മറ്റുള്ളവരുടെ മുമ്പിൽ പങ്കുവെക്കുന്ന ആളുകളെയും നമുക്ക് കാണുവാൻ സാധിക്കും. പലപ്പോഴും ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഇതെല്ലാം ഒരുപക്ഷെ നാടകങ്ങളായിരിക്കും. ഇത്തരത്തിലുള്ള റീലുകളൊക്കെ ഷൂട്ട് ചെയ്യാൻ അവർ സെറ്റ് ചെയ്യുന്ന ആ രൂപത്തിലുള്ള നാടകങ്ങളായിരിക്കും. നമ്മുടെ ജീവിതം അത്തരത്തിലുള്ള റീൽസുകൾ പോലെയാകണം എന്ന് നമ്മൾ ഒരിക്കലും ആഗ്രഹിക്കാൻ പാടില്ല. നമ്മുടെ ജീവിതത്തിൽ പരീക്ഷണങ്ങൾ നൽകുന്നവൻ, സങ്കടങ്ങൾ നൽകുന്നവൻ, അതേപോലെ തന്നെ സന്തോഷങ്ങൾ നൽകുന്നവൻ അല്ലാഹുവാണ്. നമ്മുടെ ജീവിതത്തിൽ റബ്ബ് നൽകിയ അനുഗ്രഹങ്ങൾക്ക്, സന്തോഷങ്ങൾക്ക് നന്ദി കാണിക്കാൻ നമുക്ക് സാധിക്കും. അതാണ് ഒരു വിശ്വാസി ചെയ്യേണ്ടത്. അതേപോലെ തന്നെ നമ്മുടെ സമയം മൊബൈൽ ഫോണുകളിൽ അനേക സമയം നമ്മൾ ഒരിക്കലും ചെലവഴിക്കാൻ പാടില്ല. ഇന്ന് നമ്മുടെയൊക്കെ മൊബൈൽ ഫോണുകൾ ഇങ്ങനെ പരിശോധിച്ച് അതിന്റെ സെറ്റിംഗിലൊക്കെ പോയാൽ നമ്മുടെ ഒരു ദിവസത്തെ സ്ക്രീൻ ടൈം എത്രയാണ് എന്ന് നമുക്ക് അറിയാൻ പറ്റും. അല്ലെങ്കിൽ ഒരാഴ്ച ഞാൻ എത്ര സമയം എന്റെ മൊബൈൽ ഫോൺ ഉപയോഗിച്ചു എന്നറിയാനുള്ള സംവിധാനങ്ങൾ വരെയുണ്ട്. വിശുദ്ധ ഖുർആനിൽ അല്ലാഹു തആല നമ്മെ പഠിപ്പിക്കുകയുണ്ടായി, വൽ അസ്ർ, കാലം തന്നെയാണ് സത്യം, ഇന്നൽ ഇൻസാന ലഫീ ഖുസ്ർ, തീർച്ചയായും മനുഷ്യരായ ആളുകൾ അവർ നഷ്ടത്തിലാണ്. എന്നിട്ട് അല്ലാഹു തആല പറയുകയാണ്, ഇല്ലല്ലദീന ആമനു വഅമിലുസ് സ്വാലിഹാത്തി, വിശ്വസിക്കുകയും സൽക്കർമ്മങ്ങൾ ചെയ്യാൻ വേണ്ടി തന്റെ സമയത്തെ കണ്ടെത്തുകയും ആ ആളുകൾ അവർ എന്ത് ചെയ്തിരിക്കുന്നു, വിജയിച്ചിരിക്കുന്നു എന്ന്. അപ്പൊ നമ്മുടെ അമലുകൾക്ക് നമ്മൾ എന്ത് ചെയ്യണം, സമയം കണ്ടെത്തി. ചില ആളുകളൊക്കെ എത്ര നേരം വേണമെങ്കിലും മൊബൈലിൽ അങ്ങനെ വീഡിയോ കണ്ടുകൊണ്ടിരിക്കും. ഒരു 10 മിനിറ്റ് നമസ്കാരത്തിന് ഏതെങ്കിലും ഒരു വക്തിന് വരിക എന്ന് പറഞ്ഞാൽ അവർക്ക് മടിയായിരിക്കും. അങ്ങനത്തെ ഒരു അവസ്ഥ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകാൻ പാടില്ല. അതാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വിശുദ്ധ ഖുർആനിലൂടെ നമ്മെ പഠിപ്പിക്കുന്നത്. നമ്മുടെ ആരോഗ്യവും അതേപോലെ തന്നെ ഒഴിവു സമയവും അല്ലാഹുവിന്റെ മുമ്പിൽ ചോദ്യം ചെയ്യപ്പെടുന്നതാണ് എന്ന ബോധം സദാസമയം നമ്മുടെ മനസ്സുകളിൽ ഉണ്ടാകും. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, നിഅമതാനി, 2 അനുഗ്രഹങ്ങൾ, മഅബൂനുൻ ഫീഹിമാ കസീറുൻ മിനൻ നാസ് അസ്സിഹതു വൽ ഫറാഉ എന്ന്. 2 അനുഗ്രഹങ്ങൾ, അധിക ആളുകളും അതിൽ വഞ്ചിതരാണ്. ഒന്ന് നമ്മുടെ ഒഴിവു സമയമാണ്, രണ്ടാമത്തത് ആരോഗ്യമാണ്. ഈ 2 കാര്യങ്ങളുടെ നിങ്ങളുടെ ഒഴിവു വേളകളെ നിങ്ങൾ എന്തു ചെയ്തു, നിങ്ങളുടെ ആരോഗ്യത്തെ എന്ത് ചെയ്തു എന്ന് അല്ലാഹു തആല ഖിയാമത്ത് നാളിൽ നമ്മുടെ ഓരോരുത്തരോടും നമ്മൾ ചോദിക്കുമെന്ന് മനസ്സിലാക്കേണ്ടത്. ഓരോ സെക്കൻഡുകളും മണിക്കൂറുകളും നമ്മുടെ ഓരോ ദിവസവും നമ്മൾ കഴിയുമ്പോൾ നമ്മുടെ ആയുസ് തീരുകയാണ് എന്ന ബോധമാണ് സഹോദരങ്ങളെ, സഹോദരിമാരെ നമ്മുടെയൊക്കെ മനസ്സുകളിൽ ഉണ്ടാകേണ്ടത്. ഒരുപാട് സമയം നമ്മൾ മൊബൈൽ ഫോണുകളിൽ ഉപയോഗിക്കാതിരിക്കാൻ വേണ്ടി പരമാവധി പരിശ്രമിക്കണമെന്നാണ്. അതേപോലെ തന്നെ മൊബൈൽ ഫോണുകളിൽ അശ്ലീലതകൾ കാണുന്ന ആളുകളുണ്ട്. വിശുദ്ധ ഖുർആനിലെ ഒരു ആയത്ത് വളരെ കൃത്യമായി അല്ലാഹു തആല പഠിപ്പിക്കുന്നു, ഖുല്ലിൽ മുഅ്മിനീന യഉമ്മു മിൻ അബ്സ്വാരിഹിം, സത്യവിശ്വാസികളായ ആളുകൾ നിങ്ങൾ നിങ്ങളുടെ ദൃഷ്ടികൾ താഴ്ത്തണം. അഥവാ അന്യ സ്ത്രീകളിൽ നിന്ന്, അതിന് സ്ക്രീനിലാണെങ്കിലും നേരിട്ടാണെങ്കിലും അന്യ സ്ത്രീകളിൽ നിന്ന് നിങ്ങൾ എന്ത് ചെയ്യണം, നിങ്ങളുടെ ദൃഷ്ടികൾ താഴ്ത്തണമെന്ന്. നിങ്ങൾക്കറിയോ, ഇന്നും ഒരുപാട് ആളുകൾ 5 വക്ത് നിസ്കരിക്കുന്ന ആളുകൾ തന്നെ മൊബൈൽ ഫോണുകളിൽ അശ്ലീലതകൾ കണ്ടിരിക്കുന്ന ഒരുപാട് ആളുകൾ നമുക്ക് കാണുവാൻ സാധിക്കും. എത്ര മഹത്തായ പാപമാണ് ഇത്! ഏറ്റവും വലിയ പാപമാണ് എന്ന് പരിചയപ്പെടുത്തിയ സിനയാണത്.
റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം ഹദീസുകളിലൂടെ പഠിപ്പിച്ചു, അൽ ഐനാനി തസ്നിയാനി, കണ്ണുകൾക്ക് വ്യഭിചാരമുണ്ട്. വസിനാഹുമ അൻ-നളർ, കണ്ണിന്റെ വ്യഭിചാരം എന്ന് പറഞ്ഞാൽ ആ രൂപത്തിലുള്ള നോട്ടങ്ങളാണ്. നമ്മുടെ മൊബൈൽ ഫോൺ ഉപയോഗിച്ച് ഒരു അശ്ലീലത നമ്മൾ കാണുകയാണ് എങ്കിൽ, ആ ഹറാമിലൂടെ നമ്മൾ ജീവിക്കുകയാണ് എങ്കിൽ ഒരു ഈമാനും നമ്മുടെ ഹൃദയത്തിലേക്ക് പ്രവേശിക്കും. ഒരു സൽക്രമം ചെയ്യാൻ പോലും നമുക്ക് തോന്നുകയില്ല എന്ന്. ഇനി വിവാഹം കഴിഞ്ഞവരാണ് എങ്കിൽ ഇതൊക്കെ കുടുംബ സദസ്സുകളിൽ പഠിപ്പിക്കേണ്ട വിഷയം കൂടിയാണ്. നമ്മുടെ ഇണകളോട് യാതൊരുവിധ താല്പര്യവും അവർക്ക് ഉണ്ടാവുകയില്ല. നമ്മുടെ കുടുംബം തകർന്നു പോകുന്നു. ആ രൂപത്തിൽ അശ്ലീലതകൾ നമ്മുടെ മനസ്സിനെ, നമ്മുടെ ഹൃദയത്തെ, കണ്ണുകളെ മലിനമാക്കും. നമ്മുടെ കണ്ണുകളോടും ഹൃദയത്തോടും അല്ലാഹുവിനോടും നമുക്ക് ബാധ്യതകളുണ്ട്. ആരാരും കാണാതെ നമ്മുടെ ഈ ഒരു ചെറിയ ഉപകരണം ഉപയോഗിച്ചുകൊണ്ട് അശ്ലീലതകൾ, തിന്മകൾ നമ്മൾ കാണുമ്പോൾ പടച്ച റബ്ബ് ഒരു CCTV പോലെ എന്നെ സദാസമയം വീക്ഷിക്കുന്നുണ്ട് എന്ന ബോധമാണ് സഹോദരങ്ങളെ, സഹോദരിമാരെ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകുന്നത്. ഇത്തരത്തിലുള്ള തിന്മകൾ നമ്മുടെ മൊബൈൽ ഫോണുകളിൽ ഉണ്ടാകാൻ പാടില്ല. നമ്മളൊരു വീഡിയോ കണ്ടാൽ പിന്നീട് അതുമായി ബന്ധപ്പെട്ട വീഡിയോകളായിരിക്കും നമ്മുടെ മൊബൈൽ ഫോൺ അടുത്തതായി നമുക്ക് നൽകുക. അതിന് നമ്മുടെ മൊബൈൽ അൽഗോരിതം എന്നാണ് പറയുന്നത്. നമ്മുടെ ആഗ്രഹം എന്താണ്, നമ്മുടെ മനസ്സ് എന്താണോ ഇഷ്ടപ്പെടുന്നത് ആ രൂപത്തിലുള്ള കോണ്ടന്റുകളായിരിക്കും നമുക്ക് വീണ്ടും വീണ്ടും നമ്മുടെ ഉപകരണങ്ങൾ നൽകിക്കൊണ്ടിരിക്കുക എന്ന്. അതുകൊണ്ട് അത്തരം തിന്മകളിലേക്ക് വിശ്വാസികളെ, യുവാക്കളെ, നമ്മൾ ഓരോരുത്തരും ഇത്തരം തിന്മകളെ വളരെ ഭയപ്പാടോടുകൂടി കാണേണ്ടതും. ഇത്തരം തിന്മകളിലേക്ക് നമ്മൾ പോകാൻ പാടില്ല. നമ്മുടെ മൊബൈൽ ഫോൺ എന്ന് പറഞ്ഞാൽ തീർച്ചയായും അത് ഇസ്ലാമികപരമായിരിക്കണമെന്നാണ്. നമ്മുടെ മൊബൈൽ ഫോണുകളിൽ വിശുദ്ധ ഖുർആൻ ഉണ്ടാകണം. അതേപോലെ തന്നെ ഇസ്ലാമികപരമായി യൂട്യൂബിലൊക്കെ നമ്മളൊരു ചെറിയ വിഷയം വരെ അടിച്ചു കൊടുത്താൽ അതുമായി ബന്ധപ്പെട്ട ഒരുപാട് പ്രസംഗങ്ങൾ നമുക്ക് നൽകും. അതേപോലെ തന്നെ വിശുദ്ധ ഖുർആന്റെ ആയത്തുകൾ, ഹദീസുകൾ, ഖുർആൻ പഠന ക്ലാസുകൾ നമ്മുടെ മൊബൈലിനെ ഈ രൂപത്തിൽ നല്ല കാര്യങ്ങൾക്ക് എങ്ങനെ ഉപയോഗപ്പെടുത്താൻ സാധിക്കും എന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. നമ്മുടെ ജീവിതത്തിൽ ചൊല്ലുന്ന ഒരുപാട് പ്രാർത്ഥനകൾ വളരെ സിമ്പിളായി അതിന്റെ അർത്ഥസഹിതം എങ്ങനെയാണ് ഒരാൾ നമസ്കരിക്കേണ്ടത്, അതിന്റെ ഓരോ രൂപങ്ങളും എത്രത്തോളം എന്ന് പറഞ്ഞാൽ മയ്യത്ത് നിസ്കാരത്തിന്റെ രൂപങ്ങൾ വരെ വളരെ കൃത്യമായി പഠിപ്പിക്കുന്ന ഒട്ടനവധി വീഡിയോകൾ ഇന്ന് സുലഭമാണ്. അങ്ങനെ നന്മകൾക്ക് വേണ്ടി നമ്മുടെ മൊബൈൽ ഫോണുകളെ ഉപയോഗിക്കാൻ സഹോദരങ്ങളെ നമുക്ക് സാധിക്കേണ്ടത്. അതേപോലെ തന്നെ ഇന്ന് നമ്മുടെ നാടുകളിൽ കണ്ടുവരുന്ന മൊബൈൽ ഫോണുകളിലൂടെ അവിഹിത ബന്ധങ്ങൾ സ്ഥാപിക്കുക. അങ്ങനെ തുറന്നു പറയുന്നത് നിങ്ങൾക്കൊന്നും തോന്നരുത്. അവിഹിത ബന്ധങ്ങൾ ഇന്ന് വാട്സപ്പിലൂടെയും ഒക്കെ അന്യ സ്ത്രീകളുമായി അവിഹിത ബന്ധങ്ങൾ സ്ഥാപിക്കുന്ന ഒരുപാട് ആളുകൾ പ്രണയം എന്ന പേരിൽ ആ രൂപത്തിൽ അത് നമ്മുടെ കുടുംബങ്ങളെ തകർത്ത് കളയും. നമ്മുടെ പെൺകുട്ടികളെ അവർക്ക് നമ്മൾ ഫോണുകൾ കൊടുക്കുമ്പോൾ കൃത്യമായ ബോധവൽക്കരണം നമ്മൾ നൽകണം. ഇല്ല എങ്കിൽ നമ്മുടെ കുടുംബങ്ങളിൽ വരെ നമ്മളൊക്കെ തിന്മയായി കാണുന്ന, നമ്മൾ ഓരോ ദിവസവും പത്രമാധ്യമങ്ങളിലൂടെ വായിക്കുന്ന നമ്മുടെ കുടുംബങ്ങൾ, മഹല്ലുകൾ, അതേപോലെ തന്നെ സമൂഹത്തിൽ പ്രശ്നമായി കാണുന്നത് നമ്മുടെ വീടുകളിൽ സംഭവിക്കും. അതിന് കൃത്യമായ അവബോധങ്ങൾ നമ്മുടെ മക്കൾക്ക് നമ്മൾ ഉണ്ടാക്കി കൊടുക്കണം. വിശുദ്ധ ഖുർആൻ വളരെ കൃത്യമായിട്ടാണ് പറഞ്ഞത്, വലാ തഖ്റബുസ് സിന എന്ന, നിങ്ങൾ വ്യഭിചാരത്തിലേക്ക് അടുക്കുക പോലും അരുതെന്ന്. ഒരു ചെറിയ സെന്റൻസ്, അതിന്റെ ഒരു അർത്ഥവിശാലത ഒന്ന് പരിശോധിച്ചു. വ്യഭിചാരത്തിലേക്ക് നിങ്ങൾ അടുക്കരുത് എന്നാണ്, ചെയ്യരുത് എന്നല്ല, അടുക്കുക പോലും അരുത്. ആ രൂപത്തിലുള്ള ഒരു കാര്യത്തിലേക്കും നമ്മുടെ മനസ്സ് പോകാൻ പാടില്ല എന്നാണ് വിശുദ്ധ ഖുർആൻ നമ്മെ വളരെ കൃത്യമായി കൊണ്ട് നമ്മൾ പഠിപ്പിക്കുന്നത്. നമ്മുടെ ചാറ്റിങ്ങുകൾ, ഒരു സ്ത്രീയുമായി
നമ്മൾ ബന്ധപ്പെടുമ്പോൾ പാലിക്കേണ്ട ഇസ്ലാമിക മര്യാദകൾ വരെ പരിശുദ്ധ ഇസ്ലാം നമ്മെ പഠിപ്പിക്കുകയാണ്. ആളുകൾ തെറ്റിദ്ധരിപ്പിക്കുന്ന, ആളുകളുടെ തെറ്റിദ്ധാരണകൾക്ക് കാരണമാകുന്ന ഒരു കാര്യം പോലും നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകാൻ പാടില്ല. റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം അദ്ദേഹത്തിന്റെ അടുക്കിലേക്ക് പ്രിയ പത്നി ഇങ്ങനെ വരും, ഒരു രാത്രിയുടെ സമയം. അങ്ങനെ ആയിഷ ബീവി തിരിച്ചു പോകുക. റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം ആ സദസ്സിലുള്ള സ്വഹാബിമാരോട് അവർക്ക് സംശയമില്ലാതിരിക്കാൻ വേണ്ടി പ്രവാചകർ ഉടനെ പറഞ്ഞത് അതെന്റെ ഭാര്യ ആയിഷയാണ് തോന്നുന്നു. ആ രൂപത്തിൽ ആളുകൾക്ക് ഒരു ഡൗട്ട് ഉണ്ടാക്കുന്ന രൂപത്തിലുള്ള ഒരു കാര്യം പോലും നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകാൻ പാടില്ല എന്നാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം പഠിപ്പിച്ചത്. ഈ അവിഹിതങ്ങൾ നമ്മുടെ മക്കൾ അറിഞ്ഞാൽ, അതേപോലെ നമ്മുടെ വീട്ടിൽ അറിഞ്ഞാൽ, പിന്നെ പരസ്പരമുള്ള ഒരു വിശ്വാസം നഷ്ടപ്പെട്ടു പോകും. അതേപോലെ തന്നെ നമ്മുടെ വാക്കുകൾ അവർ മാനിക്കുകയില്ല, നമ്മുടെ തകർന്നു പോകും. അതുകൊണ്ടാണ് പരിശുദ്ധ ഇസ്ലാം വിവാഹവുമായി ബന്ധപ്പെട്ട ഒരുപാട് കാര്യങ്ങൾ നമ്മുടെ യുവാക്കളെ, കുട്ടികളെ, മുതിർന്നവരെ എല്ലാവരെയും വളരെ കൃത്യമായി പഠിപ്പിക്കുകയുണ്ടായി. ബുലൂഗെത്തിയാൽ ആണാവട്ടെ പെണ്ണാവട്ടെ അവർക്ക് കൃത്യമായി കല്യാണം കഴിച്ചു കൊടുക്കണം. അതിലൂടെ അവരുടെ ലൈംഗികപരമായിട്ടുള്ള എല്ലാ കാര്യങ്ങൾക്കും അവർ ശമനം കണ്ടെത്തണം. അതാണ് ഹലാലായ രൂപത്തിലുള്ള കാര്യങ്ങളാണ് പരിശുദ്ധ ഇസ്ലാം വളരെ കൃത്യമായി കൊണ്ട് നമ്മെ പഠിപ്പിച്ചത്. മാത്രമല്ല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മെ പഠിപ്പിച്ച ഒരു കാര്യമാണ്, മാ തറക്തു ബഅദി ഫിത്നതൻ അളറു അല റിജാലി മിനൻ നിസാ. എന്റെ ശേഷം പുരുഷന്മാർക്ക് ഏറ്റവും വലിയ പരീക്ഷണം എന്ന് പറഞ്ഞാൽ അത് സ്ത്രീകളാണ് എന്ന്. ഇന്ന് ഈ അശ്ലീലതകൾ ഷൂട്ട് ചെയ്ത് സമൂഹത്തിൽ പ്രചരിപ്പിക്കാൻ ഒരുപാട് സ്ത്രീകൾ നമ്മുടെ കേരളത്തിൽ വരെ നമുക്ക് കാണാൻ സാധിക്കും. അത് കൃത്യമായി നമ്മുടെ മക്കളുടെ മൊബൈൽ ഫോണുകളിലേക്ക് എത്തിച്ചേരുന്നത് അത് തിന്മയാണ് എന്ന് നമ്മുടെ കുട്ടികളെ കൃത്യമായി കൊണ്ട് പഠിപ്പിക്കാൻ ഈ മൊബൈൽ ഫോണിനെ എങ്ങനെയൊക്കെ നല്ല കാര്യങ്ങൾക്ക് വേണ്ടി ഉപയോഗിക്കാൻ സാധിക്കും എന്ന് നമ്മുടെ മക്കളെ കൃത്യമായി പഠിപ്പിച്ചു കൊടുക്കാൻ നമുക്ക് സാധിക്കും. ചില ആളുകളുണ്ട് കിട്ടുന്നതൊക്കെ അങ്ങനെ ഷെയർ ചെയ്യും. അതിന്റെ യഥാർത്ഥം സത്യാവസ്ഥ അവർ പരിശോധിക്കുകയില്ല. നമ്മൾ ഉറവിടം ഉറപ്പിക്കാതെ ഒരു കാര്യവും ഷെയർ ചെയ്യരുത്. വ്യാജ വാർത്തകളും വളച്ചൊടിച്ച വിവരങ്ങളും സമൂഹത്തിൽ വലിയ നാശങ്ങളുണ്ടാകും. നമ്മളൊരു സത്യാവസ്ഥ അറിയാതെ ഒരു കാര്യം പ്രചരിപ്പിച്ചാൽ അതുകൊണ്ടുണ്ടാകുന്ന ഒരുപാട് അപകടങ്ങളും നാശങ്ങളും. അതേപോലെ തന്നെ ഒരാളുടെ അഭിമാനവും അതേപോലെ തന്നെ അയാളുടെ വ്യക്തിപരമായ കാര്യത്തെ നശിപ്പിക്കുന്ന രൂപത്തിൽ ഉള്ള കാര്യങ്ങൾ, ഒരാളെ പരിഹസിക്കുന്ന കാര്യങ്ങൾ നമ്മൾ ഒരിക്കലും ഷെയർ ചെയ്യാൻ പാടില്ല. അത് നമ്മൾ പ്രചരിപ്പിക്കാനേ പാടില്ല. നമ്മൾ ഓരോ കാര്യവും ചിന്തയില്ലാതെ ഒരു കാര്യം പോലും, ഒരു സന്ദേശം പോലും നമ്മൾ മറ്റൊരാൾക്ക് അയക്കാൻ പാടില്ല. ഷെയർ ചെയ്യുന്നതിന് മുമ്പ് നമ്മൾ ആലോചിക്കേണ്ടത് ഇത് സത്യമാണോ, ഉപകാരമുള്ളതാണോ, ഈ ഒരു കാര്യം ഞാൻ ഷെയർ ചെയ്യുമ്പോൾ ആരെയെങ്കിലും വേദനിപ്പിക്കുമോ, ഇതൊക്കെ നമ്മൾ പരിശോധിക്കേണ്ട കാര്യം. നമ്മുടെ മൊബൈൽ ഫോണിനെ കൃത്യമായി നിയന്ത്രിച്ചിട്ടില്ല എങ്കിൽ ഇന്ന് സ്മാർട്ട് ഫോൺ ഇല്ലാത്ത ഒരാളും ഉണ്ടാവുകയില്ല. അതുകൊണ്ട് തന്നെ അതിനെ കൃത്യമായി ഉപയോഗിക്കാൻ നമുക്ക് സാധിക്കും. അതിലൂടെ ഒരു തിന്മ നമ്മുടെ ജീവിതത്തിലേക്ക് കടന്നു വരുന്നതിന് വളരെയധികം നമ്മൾ സൂക്ഷിക്കണം. ആരെങ്കിലും തരത്തിലുള്ള തിന്മകളിൽ അകപ്പെട്ടു പോയിട്ടുണ്ടെങ്കിൽ എത്രയും വേഗം അതിൽ നിന്ന് മോചിതനാവുകയും അള്ളാഹുവിനോട് തൗബ ചെയ്യുകയും വേണം. പിന്നീട് ഇത്തരം തിന്മകളിലേക്ക് നമ്മൾ ഒരിക്കലും പോകാൻ പാടില്ല. അള്ളാഹു ഇത്തരത്തിലുള്ള വലിയ പാപങ്ങളിൽ നിന്ന് നമ്മെ എല്ലാവരെയും കാത്തുരക്ഷിക്കുമാറാകട്ടെ. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ, അസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹ് വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ, അമ്മാ ബഅദ്. ഒരിക്കൽ കൂടി അള്ളാഹുവിന്റെ നിയമനിർദ്ദേശങ്ങൾ ജീവിതത്തിന്റെ എല്ലാ മേഖലകളിലും പാലിക്കണമെന്ന് ഓർമ്മപ്പെടുത്തുകയാണ്, വസിയ്യത്ത് ചെയ്യുകയാണ്. മൊബൈൽ ഫോണിനെ
എങ്ങനെ നല്ല കാര്യങ്ങൾക്ക് വേണ്ടി ഉപയോഗപ്പെടുത്താം എന്നതാണ് നമ്മൾ ചർച്ച ചെയ്തു വന്നത്. കഴിഞ്ഞ 2 ദിവസമായി നമ്മളൊക്കെ സങ്കടത്തോടെ കേട്ടൊരു വാർത്തയാണ്. വിദേശത്ത് അബുദാബിയിൽ ഒരു പിതാവ് കുടുംബസമേതം യാത്ര പോവുകയും അവരുടെ വാഹനം അപകടത്തിൽപ്പെട്ട് ഒരു കുടുംബത്തിലെ 4 അല്ലെങ്കിൽ 5-ലധികം ആളുകൾ മരണപ്പെടുകയും അതുമായി ബന്ധപ്പെട്ട് ഒരുപാട് ആളുകൾ പങ്കുവച്ച കുറിപ്പുകളൊക്കെ നമ്മൾ വായിച്ചിട്ടുണ്ടാകും. ജീവിതം എന്ന് പറഞ്ഞാൽ ഈ രൂപത്തിലുള്ള പരീക്ഷണങ്ങളാണ്. വിശുദ്ധ ഖുർആനിലെ സൂറത്തുൽ ബഖറയിലൂടെ അല്ലാഹു തആല അത് വളരെ കൃത്യമായി നമ്മെ പഠിപ്പിക്കുകയുണ്ടായി. വലനബ്ലുവന്നകും ബിശൈഇൻ മിനൽ ഖൗഫ് വൽജൂഇ വനഖ്സിൻ മിനൽ അംവാലി വൽ അൻഫുസി വസ്സമറാത്ത് വബശ്ശിരിസ് സ്വാബിരീൻ. ചിലപ്പോൾ ഭയം കൊണ്ട്, അതേപോലെ തന്നെ പട്ടിണി കൊണ്ട്, ധനനഷ്ടം കൊണ്ട്, അതേപോലെ തന്നെ ചില ആളുകളുടെ മരണങ്ങൾ കൊണ്ട്, നമ്മളൊക്കെ ആഗ്രഹിച്ചു പോയ സ്വന്തമാക്കിയ നമ്മുടെ വിഭവങ്ങളുടെ നഷ്ടം കൊണ്ട് അള്ളാഹു നമ്മെ പരീക്ഷിക്കുമെന്നാണ്. ഈ ഒരു സന്ദർഭത്തിൽ ആരാണോ ക്ഷമിക്കുന്നത്, അള്ളാഹുവിനോട് പ്രാർത്ഥിക്കുന്നത് ആരാണ്, അവർക്ക് സന്തോഷ വാർത്ത അറിയിക്കുക എന്നാണ് വിശുദ്ധ ഖുർആനിലൂടെ അള്ളാഹു തആല നമ്മെ പഠിപ്പിക്കുന്നത്. ഈ ജീവിച്ചിരിക്കുന്ന കാലത്ത് സ്വന്തം മക്കളുടെ മയ്യത്ത് കാണേണ്ടി വരുന്ന ഒരവസ്ഥ ഉണ്ടല്ലോ, ഒരു വല്ലാത്തൊരു പരീക്ഷണമായിരിക്കും. നമ്മളൊക്കെ ആ ഒരു സുഹൃത്തിന്റെ വീഡിയോ കണ്ടിട്ടുണ്ടാവും. ആ 4 മക്കളുടെ മുമ്പിൽ വളരെ സങ്കടത്തോടെ കണ്ണീരണിഞ്ഞുകൊണ്ടിരിക്കുന്ന ആ പിതാവിന്റെ ഒരു അവസ്ഥ ഒന്ന് ആലോചിച്ചു. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ഇതേ രൂപത്തിൽ ഒരു പരീക്ഷണത്തിനിടയായിട്ട് പ്രവാചകരുടെ പ്രിയ മകനായ ഇബ്രാഹിം മരണപ്പെട്ടപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ആ മയ്യത്തിന്റെ അരികിൽ ഇരുന്നു കൊണ്ട് വളരെ സങ്കടത്തോടെ ഇങ്ങനെ കരയുകയാണ്. പ്രവാചകർക്ക് ആ മകൻ മരിച്ച സങ്കടം അടക്കാനാകാതെ വളരെ വേദനയോടെ ഇങ്ങനെ വിങ്ങിപ്പൊട്ടുമ്പോൾ മഹാനായ അബ്ദുറഹ്മാൻ ബിൻ ഔഫ് റളിയല്ലാഹു അൻഹു പ്രവാചകരോട് ചോദിച്ചു, പ്രവാചകരെ, അങ്ങും സങ്കടം സഹിക്കാൻ വയ്യാതെ കരയുകയാണ്. ഈ സമയത്ത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അദ്ദേഹത്തിന് നൽകിയ മറുപടി, ഇത് അള്ളാഹുവിന്റെ ഒരു കാരുണ്യമാണ്, ഇതിലൊരു പക്ഷേ റബ്ബ് എനിക്ക് വലിയൊരു ഖൈറ് എടുത്തു വെച്ചിട്ടുണ്ടാകും എന്നാണ് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം അബ്ദുറഹ്മാൻ ബിൻ ഔഫിന് നൽകിയ മറുപടി. ഈ രൂപത്തിൽ പല പരീക്ഷണങ്ങൾ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകും. ചില ആളുകൾ അവരുടെ ജീവിതത്തിൽ അവർ കെട്ടിപ്പടുക്കിയ വലിയ ബിസിനസ്സുകൾ ഒരു സുപ്രഭാതത്തിൽ അതെല്ലാം നഷ്ടപ്പെട്ടു പോവുക എന്നുള്ളത്, നമ്മുടെ വീട്ടിലെ നമ്മുടെ ജീവിതത്തിന്റെ പാതിയായി നമ്മൾ കണ്ടിരുന്ന നമ്മുടെ മാതാപിതാക്കൾ, അവരുടെ മരണം എന്ന് പറഞ്ഞാൽ അതൊക്കെ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാക്കുന്ന വലിയ വലിയ പരീക്ഷണങ്ങൾ. അതേപോലെ തന്നെ ഭയം, അതൊരു പരീക്ഷണമാണ്. ഫലസ്തീനിലെ മക്കൾ, നമുക്കത് പറഞ്ഞാൽ മനസ്സിലാവില്ല. ഫലസ്തീനിലെ കുട്ടികൾ ഓരോ ദിവസവും ആ ഒരു യുദ്ധത്തിന്റെ സമയത്ത് അവർ കിടന്നുറങ്ങിയിരുന്നത് ഭയപ്പാടോടുകൂടിയാണ്. കാരണം നേരം പുലരുമ്പോൾ ഞങ്ങൾ സ്വന്തം ജീവനോടെ ഉണ്ടാകുമോ എന്ന് പോലും അറിയാത്ത രൂപത്തിൽ അവർക്ക് മീതെ മിസൈലുകൾ പറക്കുകയാണ്. ആ ഒരു ഭയത്തോടെ കിടന്നുറങ്ങേണ്ട ഒരു അവസ്ഥയെ പറ്റി ആലോചിച്ചു. നമ്മളൊക്കെ സുഭിക്ഷമായി ഓരോ നേരവും നല്ല രൂപത്തിൽ ഭക്ഷണം കഴിച്ച് അള്ളാഹുവിന്റെ അനുഗ്രഹങ്ങളും ആസ്വദിച്ച് വസ്ത്രം ധരിച്ച് ജീവിക്കുന്ന ആളുകളാണ്. പട്ടിണിക്ക് വേണ്ടി, ഒരു നേരത്തെ ഭക്ഷണത്തിന് വേണ്ടി പ്രയാസപ്പെടുന്ന, ദാരിദ്ര്യത്തോടെ പട്ടിണിയോടെ ജീവിക്കുന്ന ഒരുപാട് ആളുകളുണ്ട്. നമ്മൾ സൗത്തിലെയും നോർത്തിലെയും ഒക്കെ ഒരുപാട്, ബീഹാറിലെയും നേപ്പാളിലെയും അതേപോലെ തന്നെ യുപിയിലൊക്കെ വാർത്തകൾ, വീഡിയോകളൊക്കെ നമ്മൾ കാണാറുണ്ട്. ഒരു തണുപ്പ് കാലത്ത് ഒരു പുതപ്പിന് വേണ്ടി, അല്ലെങ്കിൽ ഒരു ജോലിക്ക് വേണ്ടി, ഒരു നേരത്തെ ഭക്ഷണത്തിന് വേണ്ടി പ്രയാസപ്പെടുന്ന ഒരുപാട് ആളുകളുണ്ട്. അതാണ് ഞാൻ പറഞ്ഞത്, പരീക്ഷണങ്ങൾ ഉണ്ടാകുമ്പോൾ
അള്ളാഹുവിൽ ക്ഷമിക്കാനും ഇതിനേക്കാൾ വലുത് റബ്ബ് എന്റെ ജീവിതത്തിൽ നൽകുമെന്ന പ്രതീക്ഷയോടെ കാത്തിരിക്കാനും നമുക്ക് സാധിക്കും. അതാണ് ഒരു വിശ്വാസി ചെയ്യേണ്ടത് എന്നാണ് സൂറത്തുൽ ബഖറയിലൂടെ അല്ലാഹു തആല നമ്മെ പഠിപ്പിക്കുന്നത്. ആ ഒരു സഹോദരന്റെ അവരുടെ മക്കളുടെ വേർപാടിൽ അള്ളാഹു അദ്ദേഹത്തിന് ക്ഷമയും ധൈര്യവും അതേപോലെ തന്നെ സ്ഥൈര്യവും അള്ളാഹു നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അള്ളാഹു ഞങ്ങളുടെ ജീവിതത്തിൽ പ്രയാസങ്ങൾ പരീക്ഷണങ്ങൾ ഉണ്ടാകുമ്പോൾ ക്ഷമയോടെ അതിനെയെല്ലാം നേരിടാനുള്ള തൗഫീഖ് റബ്ബേ നീ ഞങ്ങൾക്ക് നൽകി അനുഗ്രഹിക്കണമേ നാഥാ. അള്ളാഹു ഞങ്ങളിൽ നിന്ന് വന്നുപോയിട്ടുള്ള ചെറുതും വലുതുമായ എല്ലാവിധ തെറ്റുകുറ്റങ്ങളെയും നീ പുറത്തു മാപ്പാക്കി തന്ന് നിന്റെ ജന്നാത്തുൽ ഫിർദൗസിൽ ഒരുമിച്ച് കൂട്ടി അനുഗ്രഹിക്കണമേ നാഥാ. അള്ളാഹു ഞങ്ങളിൽ നിന്ന് മരണപ്പെട്ടുപോയ ഞങ്ങളുടെ മാതാപിതാക്കൾ, കുടുംബക്കാരായ ആളുകൾ, അവരുടെ ഖബറിടത്തെ നീ വിശാലമാക്കി കൊടുക്കണമേ നാഥാ. അള്ളാഹുവെ, ഞങ്ങളിൽ രോഗങ്ങൾ കൊണ്ട് പ്രയാസം അനുഭവിക്കുന്ന ഒരുപാട് ആളുകളുണ്ട്. അള്ളാഹുവെ, അവരുടെ രോഗങ്ങൾക്കെല്ലാം ശമനം നൽകി അനുഗ്രഹിക്കണമെന്നാഥാ. അള്ളാഹുവെ, ഞങ്ങളുടെ കച്ചവടങ്ങളിൽ ജോലികളിൽ ബർക്കത്ത് നൽകണമെന്നാഥാ. اللهم اغفر للمؤمنين والمؤمنات والمسلمين والمسلمات انك مجيب الدعوات يا قاضي الحاجات. اللهم اجرنا من النار، اللهم اجرنا من النار. اللهم يا مقلب القلوب ثبت قلوبنا على دينك. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. ربنا هب لنا من أزواجنا وذرياتنا قرة أعين واجعلنا للمتقين إماما. آمين آمين برحمتك يا أرحم